എല്ലാവർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് സ്വാഗതം. ഹായ്, നിങ്ങൾ നല്ല ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ്. നല്ല ഒറിജിനൽ ഹൈദരാബാദി റെസിപ്പി. ഇതിൽ 3 കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കി അത് കമൻറ്റ് ചെയ്ത് കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കിലോ ചിക്കനാണ് എടുത്തേക്കണേ. നന്നായി വാഷ് ചെയ്തെടുക്കണം. ഒരു 3 പ്രാവശ്യങ്ങൾ മിനിമം ചിക്കൻ എടുക്കുമ്പോൾ വാഷ് ചെയ്തിടണം. അപ്പോൾ അതിൻ്റെ ഉളുമ്പുമണമൊക്കെ പോയി കിട്ടും. അപ്പോൾ ബിരിയാണി മസാല ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഷാഹി ജീര, സിനമൺ സ്റ്റിക്ക്, നട്ട്മെഗ് നമ്മുടെ ജാതി ഒരു ചെറിയ പീസ്, ഏലക്കായ, ഇത് ബ്ലാക്ക് ഏലക്കായ കേട്ടോ വലുത്, അത് ഒരെണ്ണം. പിന്നെ നമ്മുടെ നോർമൽ ഏലക്കായ ഒരു 4 എണ്ണം, ഗ്രാമ്പു, കുരുമുളക്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. വെളുത്തുള്ളി ഒരു 6-7 എണ്ണം ഉണ്ട്, ഇഞ്ചി 2 കഷ്ണം വേണം, പിന്നെ പച്ചമുളക് ഒരു 6 പച്ചമുളകാണ് ഞാൻ എടുക്കണേ. ഇതൊരു മീഡിയം സ്പൈസാണ്. നല്ല സ്പൈസി വേണ്ടവർക്ക് പച്ചമുളക് ഇതിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ ഒരു നാരങ്ങയും, 2 കപ്പ് തൈര്, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണാണ്. നമ്മുടെ സ്വന്തം ഗരം മസാലയാണ്. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, നമ്മുടെ ഹൈദരാബാദി ബിരിയാണി മസാല, ഇപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മസാല. പിന്നെ ഒരു കെട്ട് കൊറിയാൻഡർ ലീവ്സ്, നമ്മുടെ ധനിയും, ഒരു കെട്ട് പുതിന ലീവ്സും. ഇപ്പോൾ കണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കും. ആ പ്രിപ്പയർ ചെയ്ത പേസ്റ്റാണ് ഹറ മസാല പേസ്റ്റ്. ഇത് ഈ ബിരിയാണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ചിക്കൻ നന്നായി കഴുകണം, ആദ്യം പറഞ്ഞ മാതിരി. അതിലേക്ക് ഈ മസാല പേസ്റ്റും കൂടി ഇട്ട് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തന്നെ മാരിനേഷന് വേണ്ടി വയ്ക്കാം. നല്ലോണം മിക്സ് ചെയ്ത് മാരിനേഷന് വേണ്ടി വയ്ക്കണം. ഓവർനൈറ്റ് മാരിനേഷനാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യണത്. എന്നാലാണ് ആ മസാലയൊക്കെ കറക്റ്റായി നല്ലോണം ഇറങ്ങുക. എന്ന് വെച്ചാൽ ഒരു 12 മണിക്കൂർ. വളരെയധികം തിരക്കുള്ളവരാണ്, സമയമില്ല, അത്ര നേരം പറ്റില്ലെങ്കിൽ മിനിമം 6 ഹവേഴ്സെങ്കിലും ഇതിനെ മാരിനേഷന് വേണ്ടി വെക്കണം. ഈ മാരിനേഷൻ നമ്മുടെ ചിക്കനെ ടെൻഡറൈസും ചെയ്യും, നല്ല ഫ്ലേവറും കൊടുക്കും. അതുകൊണ്ടാണ് ഇതിനെ ഓവർനൈറ്റ് തന്നെ വെക്കാൻ പറയണേ. പിന്നെ ഈ ചിക്കനെ നമ്മൾ ഡയറക്റ്റ് റൈസിൻ്റെ കൂടെയാണ് വേവിച്ചെടുക്കാൻ പോണേ. നെക്സ്റ്റ് സ്റ്റെപ്പ് റൈസ് പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഷാഹി ജീര, സിനമൺ സ്റ്റിക്ക്. സിനമൺ സ്റ്റിക്കൊക്കെ നോക്കി വാങ്ങിക്കണം. എപ്പോഴും നല്ല തിന്നായിട്ടുള്ളതെന്ന് വാങ്ങിക്കണം. ഏലക്കായ, ഗ്രാമ്പു, പെപ്പർ, നമ്മുടെ കുരുമുളക്. പിന്നെ സാഫ്രോണും. സാഫ്രോണിൻ്റെ ഫ്ലേവർ ഹൈദരാബാദി ബിരിയാണിക്ക് ഒരു എൻഹാൻസ്ഡ് ടേസ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ്. ഈ ഓണിയൻ നമുക്ക് ഈക്വലായിട്ട് സ്ലൈസ് ചെയ്ത്, തിന്നായിട്ട് ഈക്വലായിട്ട് സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഓണിയൻ ഫ്രൈ ചെയ്യുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലൈസ് ചെയ്ത ഓണിയൻസിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്പുക, എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും ടൈം എടുക്കില്ല, യൂഷ്വലി എടുക്കുന്ന ടൈം എടുക്കില്ല. അതേപോലെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം മുമ്പ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഓണിയൻസ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ മുന്നേ പറഞ്ഞ 3 ട്രിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ആയിരുന്നു ഹറ മസാല, സെക്കൻഡ് ആയിരുന്നു മാരിനേഷൻ, മിനിമം 12 hours ഓഫ് മാരിനേഷൻ, പിന്നെ ഇത് ഈ ഫ്രൈഡ് ഓണിയൻസ്. ഈ 3ഉം പെർഫെക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഒരു അടിപൊളി ബിരിയാണി ആയിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് പോയി നോക്കണം. എൻ്റെ റെസിപ്പീസൊക്കെ ഒത്തൻറ്റിക് റെസിപ്പീസാണ്. അതുപോലെ വീക്കിലി ഒരു 2 റെസിപ്പി വെച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് നമുക്ക് റൈസ് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചു. അതിലേക്ക് നമ്മൾ മുമ്പ് കാണിച്ചുള്ള റൈസിൽ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മുടെ മസാല അത് ചേർത്ത് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് തിളപ്പിക്കണം. ബിരിയാണിക്കുള്ള റൈസ് ബസ്മതി റൈസാണ് എടുക്കണത്. 1 കിലോ റൈസാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ ഈ റൈസിന് 1/2 മണിക്കൂർ മുമ്പ് തന്നെ നല്ലോണം വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കണം. ആ സോക്ക് ചെയ്ത് വെച്ച റൈസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഈ റൈസ് നമ്മളൊരു 70% മാത്രമേ കുക്ക് ചെയ്ത് കൊടുക്കണോ, ഫുൾ കുക്കാവരുത്, ജസ്റ്റ് ഒരു 70%. ഇനി നമുക്ക് ബിരിയാണി പോട്ട് റെഡിയാക്കാം. കുറച്ച് ഓയിൽ ബേസിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് ഓനിയൻസ് ഇതിരി കൊടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കണം. അതിൻ്റെ ആ തണുപ്പ് വിടാനാണ്. ഇനി ആ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം, ആ ഫ്രൈഡ് ഓനിയൻസും ചിക്കനും. അപ്പം നമ്മൾ ഓയിൽ മുമ്പേ ഒഴിച്ചു കൊടുത്താൽ കാരണം താഴെ ഓയിൽ ഇറങ്ങിക്കോളും. അപ്പോൾ അതെ, ഈ പോട്ടിൽ തന്നെയാണ് നമ്മൾ റൈസ് ഇട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. ബിരിയാണി ഉണ്ടാക്കണ പോട്ടിലാണ് ഈ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ചിക്കൻ പീസസൊക്കെ ബോട്ടമിൽ ടച്ച് ആവണ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ടച്ച് ആവണ പോലെ തന്നെ നിരത്തി വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് വിതറി കൊടുക്കാം. അമർത്തരുത്, ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ വിതറിയിടണം കേട്ടോ. റൈസ് ഞാൻ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ല. അപ്പോൾ ആ സ്ട്രെയിൻ ചെയ്തപ്പോൾ ഉള്ള വെള്ളം ഒരു കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ആ പാത്രത്തിന് തന്നെ കോരിയിടുകയാണെങ്കിൽ വെള്ളാംശം ഉണ്ടാവും. അപ്പോൾ പിന്നെ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റിൽ ആ ചൂടുവെള്ളം കുറച്ചിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. നമുക്ക് സാഫ്രൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ റൈസായ കാരണം നമ്മളിപ്പോൾ അത് ഒരു ലെയർ ചെയ്യണുള്ളൂ. ഇപ്പോൾ 1 കിലോക്കാളും കൂടുതലാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചെയ്യാം. കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സാഫ്രൺ മിൽക്കും ഈ കൊറിയാൻഡർ ലീവ്സും നമ്മുടെ ഫ്രൈഡ് ഓനിയൻസ് ഈ ടോപ്പിങ്സൊക്കെ കൊടുത്ത് വീണ്ടും റൈസ് ഇട്ടിട്ട് ഒരു ലെയറും കൂടി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ലെയർ ചെയ്യണുള്ളൂ. നമ്മുടെ കൊറിയാൻഡർ ലീവ്സും പുതിന ലീവ്സും ചോപ്പ് ചെയ്താണ് ഇട്ട് ഓനിയൻ ഫ്രൈ ചെയ്ത ഓനിയനും കൂടി ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളത് ഗീ എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും. അത് നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം. എല്ലാം ഇടയ്ക്കൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് നല്ലോണം ഗീ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ കൂടെ ഞാൻ ആ ചൂടുവെള്ളം കൂടി ചേർത്തു. എന്നിട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അലുമിനിയം വെച്ച് ഫോയിൽ വെച്ച് കവർ ചെയ്ത് ദം ചെയ്യാൻ വയ്ക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നമ്മൾ വെക്കും. അത് കഴിഞ്ഞ് 40 മിനിറ്റ്സ്, ഒരു 40 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മളതിനെ ദം ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബിരിയാണി നല്ല മണമൊക്കെ വന്നു തുടങ്ങും. ഇതാ നമ്മുടെ ബിരിയാണി റെഡിയാണ്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമ്മുടെ ഹരം മസാല പേസ്റ്റിൻ്റെ ആ മണമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് റൈസ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഒലർന്ന്, ഇത് കണ്ടോ നമ്മുടെ റൈസ് ഒട്ടിയിട്ടില്ല, നല്ല ഒലർന്ന് നല്ല രസമുണ്ട്. നമുക്ക് ചിക്കനും കൂടി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. അതെ, നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ എൻ്റെ 2 ഫേവറേറ്റ് ഐറ്റംസ് കൂടി ഉണ്ട്. നമ്മുടെ കുഴിമന്തിയും തലശ്ശേരി ബിരിയാണിയും. അതും കൂടി ഒന്ന് പോയി നോക്കണേ. നമുക്ക് ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് വെന്തോന്ന് നോക്കാം. അപ്പോൾ അതേ നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിലെ ഫൈബറൊക്കെ തൈരിൽ കിടന്ന് ടെൻഡറൈസ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്.